ക്രമക്കാരനെ വഴി പഠിപ്പിക്കും ഭാവിയിലെങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്നാൽ നീ മനസ്സായില്ല, പോകരുതലുപായതുമില്ല. ദൈവത്തിന്റെ ആത്മാവാകുന്നു. ദൈവം നിരസിക്കുന്നില്ല. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയിടത്തിൽ മേൽ കാലബലിയായി കയറും. Oh
എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഇടവിടാതെ സന്നിധാനത്തിൽ സമർപ്പിക്കുവാനറിയുന്ന യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. എല്ലാ ഘടകങ്ങളിൽ നിന്നും സർവ്വ ഘടകങ്ങളിൽ നിന്ന് പാവങ്ങളിൽ എന്റെ സഭയുടെ ഭാഗങ്ങളിലേക്കുള്ള വിചാരങ്ങളെയും സ്നേഹമാരെയും ഭക്ഷ്യങ്ങളെ ക്ഷണിച്ചതാകുന്നു. തന്റെ ദാസനമാതിരി സ്നേഹം സർവ്വകാലങ്ങളും കാലങ്ങളിലെയും കൂടി സമയം ആരാധനയാകുന്നു. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ ജാതിതനായിരിക്കുന്നതും സദാ നന്മകൾ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിവരനും ദിവ്യ അനുഗ്രഹങ്ങൾ അലക്ഷ്യമായി വെളിപ്പെടാൻ അനത്യന്തമായ എല്ലാവരും ആകർഷക മണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണയുടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് കൊണ്ടും നിങ്ങളുടേതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവനാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്തതിന്റെ അനുഗ്രഹങ്ങൾ നൽകുകയും കനിയുടെ വാസനോട് ദേവോടെ നിലയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങളും കൊണ്ട് കുറവ് രാജിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വാങ്ങി നടത്തി. വിശുദ്ധ സഭയെ നിനക്ക് വാദിവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലേ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ഏകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോചനമായിട്ട് വെളിപ്പോടെ നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നിലവിലത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീയന്മാർ മൂലം ക്രമമായി നിന്നെ പൂർണ്ണം നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോചനത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോചനത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണം നിശ്ചയിച്ചവനെയാകുന്നു. ദൈവകർത്താവ് ഇപ്പോൾ ഈ അഭിമന്യ പിതാവ് ആശ്വസിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവകർത്താവ് നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തിൽ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദിവ്യ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ് ഞങ്ങളെ പുത്രനായ മണവാളിനും പുത്രിയായ മണവാട്ടിൽ ജ്ഞാനസമ്പൂർണ്ണ തീരുവാൻ സംഗതിയാക്കണമേ. കർത്താവിയുടെ വിഭാഗം സകല മാലിന്യങ്ങളിൽ നിന്നും ലേശങ്ങളിൽ അകന്നിരിപ്പാൻ ഇവിടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവ് വിധത്തിലും പരത്തിലും ഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നൈശ്വര്യമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാരം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അനുകരിക്കുകയും ഇറയന്മാരും മലാമാരും ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയുടെ ഇവരെ അണിയിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവെ തിന്മഭാവസിനെതിരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കൊള്ളണമേ. ഇവിടെ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമ്പാൽ നിന്ന് തൃപ്തിപ്പെടാത്ത വിധം എവിടെ നിന്നെ നിന്റെ പിതാവിനെയും വിശുദ്ധമായി സ്മരിക്കുകയും ചെയ്യുവാനാകണമേ. മറിക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തുതിച്ചോ മകൈമട്ടോ अब देर अब तो क्रोई नोट बाकी रही नो बसरी
കാദീശോ പാരും വാരുവഴിഞ്ഞാലും ആത്മാക്കളെ തനിക്കായി വാഗ്നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാനായി തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരും സഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. മോറൻ വാലോഹാനിലവൽമീ Kadisho Dambaviglesko Halen Betaibuse Wabrahama Sagielolmi Vakonene Yesko Soholen Shumlo Hadoso Dabna Yodito Kadisto Basmu Dabo Wadro Kayu Kadish Lagai Dale നമ്മുടെ വർദ്ധനം കരുണയോട് നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിലെ മോതിരത്തോടുകൂടെ കർത്താവിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വർദ്ധനം ആയുഷ്കാലം മുഴുവൻ നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ കാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ യേശുമിശിഹായുടെ അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വർദ്ധനം കരുണയോട് നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന പോലെ ബലഹീനമായ നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിലെ മോതിരത്തെ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നിങ്ങൾ സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തന്മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരൂഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും
പരിവാഹതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റുബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങൾ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളന്മാരെ രക്ഷാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടികളെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറെ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരെ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സുവിശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിവാഹതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യോർക്കത്തെ വിദ്വേഷിക്കുന്ന അസുകാലികളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ച് കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവെ, അതിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാവളുമാൻ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിക്കുന്ന സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ അവരെ നീ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയശ്രീമോൾ ഈ മണവാളന്മാരെയും മണവാട്ടികളെയും കാത്തുകളെയും പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ ഞങ്ങൾ എല്ലാവരുടെയും നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതരുടെ മാന പാട്ടി പാവന സഭ തന്നീടുന്നു നിൻവരനേവൻ ഞാൻ ധന്യ വന്ദിക്കും നേന്മന്നെ വീട്ടൊരു മണവാളൻ തന്നെ പ്രിയനെന്നെ വീട്ടാറുനാളിൽ സത്കരവന്നതിയാൽ പൂണ്ട സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോ ഞാൻ ധന്യ നിന്നെ മാമോദീസായാൽ ആത്മീയായുധമായി തീർച്ചാൽ വിരലിന്മേൽ മൈരേത്തങ്ങൾ മോതിരമായ പേർക്കേകി സുമുഖി സ്വാഗതമോ താതലിനേരം ഞാൻ പോയി വിട്ടിടാം ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30 മറുപും 100 മേനിയായി നമ്മുടെ കർത്താവ് താൻ പ്രതിഫലം നൽകട്ടെ. എല്ലായ്പ്പോഴും ദൈവം നിങ്ങൾക്ക് നന്മകൾ മാത്രം നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബാരാവും പോലെ നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എന്നാളും നിങ്ങളേവരെയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, 2 ഭാഗമായി നിവർത്തിക്കപ്പെടുന്ന ഈ പരിശുദ്ധ കൂദാശയുടെ 1-ാം ഭാഗമായി മോതിരവാഴുവിൻ്റെ ശുശ്രൂഷ ഇവിടെ പര്യവസാനിക്കുകയാണ്. ഒരായുഷ്കാലം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സ്വർഗീയ കവാടങ്ങളെ തുറന്ന് കൃപകളും അനുഗ്രഹങ്ങളും ഈ മക്കളുടെ നിറയുമേൽ ആവസിപ്പിക്കുവാൻ ദൈവത്തിന് മുമ്പാകെ അവരെ സമർപ്പിച്ചുകൊണ്ട് കിരീടവാഴുവിൻ്റെ 2-ാമത്തെ ശുശ്രൂഷ നമുക്കിപ്പോൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം.
അനുഗ്രഹങ്ങളും കൊണ്ടേയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ദൈവമായ അനശ്വരമായിരിക്കുന്നവരിൽ നിന്ന് അഴിവില്ലാത്തതായ മണുറയ്ക്കും അടിയങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ അങ്ങയുടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സാരയോടപരാ മീനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ോടി സദാ മീനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ നിന്റെ ദാസരെ അവിടുത്തെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും അങ്ങയുടെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യകൽപ്പനയുള്ളതായ ആനന്ദം കൊണ്ട് ഈ നിന്റെ മക്കളെ നിറയ്ക്കണമേ. പിതാവും പുത്രന്റെ പരിശുദ്ധരുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നല്ലവരം കൊണ്ടേറവനേ മഹിമാവി കൊടിച്ചോടി തലയിൽ പാലിക്കുമോ കാദീശോ
കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തമ്പോൾ സ്വർഗീയമേവും സുൽത്താനന്മാർ പൈലേയർന്നോ സിവരേക്കാൾ നിന്നെ മേലാക്കി സുമിക്കാലോ صالحون ورحم وخنون من مريم مريم رحمون راحم للنوضاب تسبط دوديسو وخضر قلوسور مطبول باطل امنو اسم كل سبان ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാതന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അടയ്ക്കുന്ന ആരാധ്യന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതിൽ അഴിയപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നതും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന് സ്തുതിയും അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ സ്തുതി ബഹുമാനും ആരാധന തനിക്ക് യോഗ്യമാകുന്നു ബക്കുൽ സകല സ്വർഗീയ സേനകളും പായ്ന്നു വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിവയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവം തമ്പുരാനെ അവർണ്ണീയമായി നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായി നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസന്മാരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായ നിന്റെ കരുണയുടെ നിഴലും ദൈവന്റെ തണലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെയും അനുഗ്രഹിക്കുന്നമേ. സകല പ്രവൃത്തികളിലും ഉത്തമമായിരിക്കാൻ ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കോളം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നീ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടു ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്നോട് രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സ്ത്രീസ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ബാറക്കുമോ ഓശോ ആമേൻ.
مكامل خصيام دخوم شبكون وضوخي بدرايخون أمر من علم المين സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനോ നിർബന്ധിശലാമാൻ വിമല സഭി നിന്നെ ലാളിപ്പോ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാട്ടു സമസവം സവേ സനരവികം സമവി നീ കരത്തീട്ട ശ്രീവായി വന്നിപ്പതിനാം രാജ മാമ ശിവ ഹാലേലൂയ കാക്കുന്നു നിന്നെ മാർഗമാ പരമോന്നതനാം ദൈവം പറവയോടൊപ്പം താൻ സവസൻ ഈവത്തിൽ രാണി നിന്റെ കിന്നരവും പേരെ അവളീറയരാടൊപ്പം പാടുന്നു നൂറ്റമ്പതു കമ്പികളിലും തമ്പുരുവാദ്യത്താൽ അവളുടെ യോനി വട്ടിടും ഉലകങ്ങളിലെങ്ങും ഹല്ലേലൂയ കൃപവർഷിച്ചിട മാർഗത്തിന്റെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും ഉള്ളത്തെ മേൽത്തരമേഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യപരമായുള്ള കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തന്നെ ഒളിച്ചു നിൽക്കുന്ന ഈ ദാസനെ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ ദൈവന്റെ മേൽ ആസ്വദിക്കണമേ. ആത്മീയമായ നിന്റെ മനോരയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുദ്ധന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കൃപയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും ശ്രീം സ്വാത്രം ഗ്രഹിക്കുകയും ചെയ്യുമാറമേ. ബാരിക്കുമാർഗോശോ വകുലിസ്ഥാൻ ലവൽമേ. പരിശുദ്ധനായ പൗലോസ്ലീഹായ ഫിസ്റെഴുതിയ ലേഖനത്തിൽ നിന്ന് വഹായ് ബാറക്കുമോ. സ്ലീഹായുടെ സമയം നമ്മുടെ മേൽ തന്നെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്താൽ സർവ്വത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവേൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു.
സഭാവശിയായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ വിശികാതന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടും വണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വലുതുമോ കൂടാതെ നിർമ്മലവും വിശുദ്ധവുമായ തേജസ്വിനിയായി സ്വീകരിക്കുവാനുമായിട്ട് സഭയ്ക്ക് വിശ്വാസപ്രാവണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. ആഹായ് ബാരക്മോ ഹല്ലേലൂയ ഹല്ലേലൂയ മോദിക്കേട്ടെ വരം നാദാ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. മകർ സോനോത് മറേസ് പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ ശിഖാതയിലെ സ്തുതികളും നാം എല്ലാവരും വീഴ്ത്തുന്ന അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Men sorayalohom esvaso mem sulto kadisto Maria halende o kanukwa. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. പരീക്ഷിക്കുവാൻ തക്കവണ്ണം പ്രിയന്മാരുടെ അടുക്കൽ ചെന്ന് പ്രകാരം ചോദിച്ചു, ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുകൊണ്ടുവാൻ ന്യായമുണ്ടോ? യേശുബ്രാൻ കൽപ്പിച്ചരുളി ചെയ്തു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടിൽ ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. യേശുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശ അനുവദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശുരാൻ തിരുവായി മുഴഞ്ഞി പ്രകാരം അരുളി ചെയ്തു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാലോ ആദിയിൽ അങ്ങനെയായിരുന്നില്ല തന്നെ. ഞാനോ ഇപ്രകാരം നിങ്ങളോട് കൽപ്പിക്കുന്നു, നടപടി ദൂഷ്യം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുതിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്ന നടപടി ദൂഷ്യമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും അപ്രകാരം തന്നെ. ശിഷ്യന്മാരോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള സ്ഥിതി പ്രകാരം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശുബ്രാൻ കൽപ്പിച്ചരുളി ചെയ്തു, വരം ലഭിച്ചവനല്ലാതെ
എല്ലാവരും ഈ വചനത്തിന് പ്രാപ്തരല്ലാകയാൽ പ്രാപ്തനാകുന്നു പ്രാപ്തനാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് ആദ്യ കുടുംബത്തിന് അടിസ്ഥാനമിട്ട സർവശക്തൻ ഈ വാത്സല്യ മക്കളെ തൻ്റെ വിശുദ്ധീകരിയിരിക്കുന്ന വിളിയിലേക്ക് വിളിച്ചാനയിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീത മുഹൂർത്തത്തിൽ തൻ്റെ സൃഷ്ടിയോടുള്ള സർവശക്തൻ്റെ കൃപയ്ക്കും കരുതലിനും സ്നേഹത്തിനുമൊക്കെ വേണ്ടി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, വന്ദിക്കാം, ആരാധിക്കാം. വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ ഇപ്രകാരം ഓർത്തു പോവുകയായിരുന്നു. വിശുദ്ധ നാടുകൾ സന്ദർശിച്ചതായ അവസരത്തിൽ യെരുശലേമിൽ നിന്ന് 168 നാഴിക വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഖാന എന്നൊരു പട്ടണത്തിൽ സന്ദർശിക്കുവാനിട വന്നു. അവിടെ നിന്നപ്പോൾ എൻ്റെ ചിന്ത കടന്നുപോയത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിലേക്കാണ്. അവിടെ കാനാവിലെ ഒരു കല്യാണ ഭവനം നാം കാണുകയാണ്. ആ ഭവനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ ഭവനം ആ കല്യാണ വിരുന്നിലേക്ക് നമ്മുടെ കർത്താവിനെ ക്ഷണിച്ചിരുന്നു. ആ ഭവനം ആ കല്യാണ വിരുന്നിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ ക്ഷണിച്ചിരുന്നു. ആ ഭവനം ആ കല്യാണ വിരുന്നിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെയും വിശുദ്ധന്മാരെയും ക്ഷണിച്ചിരുന്നു. അർത്ഥശങ്കയ്ക്കിടവരാത്ത രീതിയിൽ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലഹീനായ നമുക്ക് പറയുവാൻ സാധിക്കും, ഈ മക്കൾ അവർ സകലത്തിന് മുമ്പ് നമ്മുടെ കർത്താവിനെ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ സകലത്തിന് മുമ്പേ നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ സകലത്തിനുപരിയായി അവരെല്ലാത്തിനും മുമ്പായി നമ്മുടെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഈ മക്കൾക്കും അവരുടേതായിരിക്കുന്ന അവസ്ഥകൾക്കും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത യാചിക്കുവാൻ പ്രാപ്തിയുള്ള പരിശുദ്ധ അമ്മയുടെയും അപ്പോസ്തലന്മാരുടെയും വിശുദ്ധന്മാരുടെയും ആ മധ്യസ്ഥതയുടെ മുമ്പാകെയാണ് ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. വാത്സല്യ മക്കളെ, ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പുരുഷനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന പ്രകാരം ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നു. തന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളായ എടുക്കപ്പെട്ടവളായ സ്ത്രീയെ പുരുഷൻ ദർശിച്ച മാത്രയിൽ പ്രതിവചിച്ച വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യു ആർ ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് ആൻഡ് ദ ബോൺ ഓഫ് മൈ ബോൺ. നീ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു. ഇവിടെയാണ് ഈ കൂടിവരവിൻ്റെ പ്രസക്തി. വാത്സല്യ സഹോദരങ്ങളെ, വിപിനെയും അതുപോലെ തന്നെ ക്ലിമിയെയും, ഈ കുഞ്ഞുങ്ങളുടെ പേര് എനിക്കറിയില്ല എങ്കിലും ആ മക്കളെയും ഒക്കെ സംബന്ധിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്തായിരിക്കണമെന്ന് കർത്താവ് ഇതിൽ കൂടെ പഠിപ്പിക്കുകയാണ്. ഇനി മേലാൽ ഇവർക്ക് രണ്ടായി ചിന്തിക്കുവാൻ കഴിയുകയില്ല. കാരണം കർത്താവിൻ്റെ കൃപയാൽ അവർ ഒന്നായി ചേരുകയും മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പന നീ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിഭിന്നമായി എങ്ങനെയാണ് ചിന്തിക്കുവാൻ കഴിയുക? മറ്റൊരു തരത്തിൽ ഞാൻ പറയുമ്പോൾ അതിപ്രകാരമാണ്. ഒരു വിധത്തിൽ നാം ചിന്തിച്ചാൽ ഈ മക്കളുടെ സ്വാതന്ത്ര്യം ഇന്നിവിടെ അവസാനിക്കുകയാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കാലമാണിത്. വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യം, പുരുഷ സ്വാതന്ത്ര്യം, കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യമൊക്കെ. എന്നാൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ സർവ്വ സ്വാതന്ത്ര്യവും അവർ ഒന്നായി ചേരുന്ന അവസ്ഥയിൽ
വിഭിന്നങ്ങളായ അവസ്ഥയിൽ നിന്ന് അത് ഒന്നായി ചേരുകയാണ്. ബലഹീനനായി ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഈ ശുശ്രൂഷ ഞങ്ങളെ അഭ്യസിപ്പിച്ച ബഹുമാനപ്പെട്ട പ്രൊഫസർ അച്ഛൻ ഒരു ഇക്വേഷൻ ബോർഡിൽ എഴുതി. അതിപ്രകാരമാണ് 1+1 എന്ന് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ആൻസർ എഴുതാൻ പറഞ്ഞു. തലയ്ക്ക് സ്ഥിരതയുള്ളതും എന്തെങ്കിലും കണക്കിൻ്റെ ഒരു അല്പമെങ്കിലും അറിയാവുന്നവർ 1+1 എന്ന് പറഞ്ഞ് എത്രയാണ് മോനെ? 1+1 എത്രയാ? 2. അങ്ങനെ പറയുള്ളൂ. പക്ഷേ എല്ലാ ആ കാൽക്കുലേഷനും വിപരീതമായി അച്ഛൻ ബോർഡിൽ എഴുതി 1+1 = 1. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്യുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ they are no more two but they are one. ഇനിമേലാൽ അവർ രണ്ടല്ല, അവർ ഒരു ശരീരമാകുന്നു. എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. പൈതൃകമായി 1-2 കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഓർപ്പിക്കുവാനായിട്ടുണ്ട്. ഒന്നാമത്തേത്, രക്ഷാസുവിശേഷം വിശുദ്ധ മത്തായി ശ്ലീഹായിൽ കൊണ്ട് എഴുതപ്പെട്ടത് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്യുന്നു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് പ്രാപ്തരല്ല. ഇന്ന് ഈ മക്കൾ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗീയ സിംഹാസനത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ശ്രീബായുടെയും രക്ഷാകരമായിരിക്കുന്ന ഏവങ്കേലിയോന്റെയും ഈ തിരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൃപകളും അനുഗ്രഹങ്ങളും യാചിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടത്താലോ മറ്റാരുടെയെങ്കിലും പ്രേരണയാലോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കർത്താവിൻ്റെ വചനം അനുശാസിക്കുന്നത് വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് പ്രാപ്തരല്ല. വാത്സല്യ മക്കളെ, നിങ്ങൾക്ക് വരം നൽകി അനുഗ്രഹിച്ചവനായ രക്ഷകനെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറക്കുവാനിടവരരുത്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരം നൽകി അനുഗ്രഹിച്ച ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസം ആരംഭിക്കണം. നിങ്ങൾക്ക് വരം നൽകി അനുഗ്രഹിച്ച രക്ഷകനിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസം അവസാനിക്കണം. രണ്ടാമത്തെ സംഗതി, സർവശക്തനായ ദൈവം മനുഷ്യന് കൽപ്പനകൾ നൽകുമ്പോൾ ഒരൊറ്റ കൽപ്പനയെ സപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. അതിപ്രകാരമാണ്, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നിങ്ങളെ വളർത്തി വലുതാക്കി നിങ്ങളുടെ സർവ്വ നന്മകളും കാംക്ഷിച്ച് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ അനുഗ്രഹീത അവസ്ഥയിൽ നിങ്ങളായി തീരുവാൻ വേണ്ടി എല്ലാ പ്രോത്സാഹനവും നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറക്കുവാൻ ഇടവരരുത്. അവർ നന്മ അന്വേഷിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും സമസ്ത തലങ്ങളിലുമുള്ള അവരുടെ അനുഗ്രഹകരമായിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ സംഗതി, ദൈവത്തിൻ്റെ തിരുഹിതം ഈ ഭൗമിക സഭയിൽ നാം അറിയുന്നത് തിരുവചന പാരായണത്തിലൂടെയാണ്. നിങ്ങൾ ഒരുമിച്ച് ചേർന്നിരുന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ ദൈവവും പുരുഷനും സ്ത്രീയും അടങ്ങുന്ന അനുഗ്രഹീത സമ്മേളന രംഗമായി തീരട്ടെ നിങ്ങളുടെ ഭവനം എന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതന്മാർ തുടങ്ങി ഈ വിരുന്നിൽ സംബന്ധിക്കുന്ന സകലരോടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കായി യാചിക്കുന്ന വന്ദികോർപ്പിസ്കോപ്പ അച്ഛന്മാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികർ അടങ്ങുന്ന ഈ അനുഗ്രഹീത സംഘത്തോടൊപ്പം ബലഹീന നാമം നിങ്ങൾക്ക് എല്ലാവിധമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുകയും സർവശക്തനായ ദൈവം താൻ നിങ്ങളുടെ കുടുംബജീവിതത്തിന് നായകനും നടത്തിപ്പുകാരനുമായി നിങ്ങൾ വഴി നടത്തട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഖിലാധിപനം
ريش دالي كنتمي Hay Mukaddis hay dalo Lilo bide damara men smaya so ya Hazin yo klelo abun soye barishe Adumaran murgami Kahani vamsam Shoni Bhagassina Bhakali Laiva Kailasa Bhagano Naige Vanil Narumagudam Katena Koshi Chirangi Manavalarshi Resinme abun sodi kyanno Mahitacharin Vara Gambarigalke Diruva Mashigagumana Vijiram Magudam Param Rujiram Lilo bide damara men smaya so ya Hasino klelo abun soye barishe Uvassina Vesarara Deviluriranam Kayo Padanti Sida Megadarago Yavanam കഥാനിങ്ങളെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ ശക്തിക്കും എതിരായി അജയമായ ആയുധം നിങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ വാനേ മകുളം ഘോഷമേറ മണവാട്ടി ജസിന്മേ abun sodi kyanno Vaidiga Shamba Shamba Anbalindam Nalga Mudiyan Manavalenyam Manavarayal Manava Tekyam നിലോ ബീദേ നമോരാ മെൻസ്മായോ സോ യാഹനോ ഹേസ് കൽസോയോ ക്ലീലോ abun soye barisho Okuma Shafir Kino Dedanal Valko Nusiva Vidai Kohani Sahaya Krishad Hasena Bukalso
നിന്നോരു മകുടം കർത്തനാൽ ഘോഷിച്ചിറങ്ങി മണവാട്ടി ശിരസിന്മേ ആവോൻ ചോടിക്കുന്നു മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുടം സതിമാമുടിയോട് സദൃശം നീതിങ്കിലും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിങ്ങളെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കി തീർക്കുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം ശ്രീ വിജയ പവിത്ര ശ്രീവാ നമ്മെ രക്ഷിച്ചിടും ശ്രീവായും മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാവട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവശ്യിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന ആകൽക്കർസായുടെ വഞ്ചനയും നിങ്ങളെ സംരക്ഷിക്കുമാറാവട്ടെ. മരണകരമായ അസൂയലും ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങളെ പരസ്പരം സന്തോഷിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിനും യാക്കോബ് യൗസേപ്പിനും സന്തോഷപ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ട ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയെ നിറവേൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി ഞാൻ നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സദ്ഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായി യൗസേപ്പ് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയുള്ള അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാവട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാവട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കിയ പാപരുടെ പോലെ അടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നമ്മുടെ എല്ലാം മരിച്ചുപോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മെസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതികരേറ്റാം. ബാറിക്കുമോർ ഹോശോ കൂലസ്ബാനുലവൽമേ. മുദ്രിതമാക്കി പീഡകള അടിമവിടത്തി സ്വന്തത്തി പന്തിലെന്നെ
ദമ്പതികൾക്കായി വരമേ കേണം ഇവരുടെ കാലം ശുഭമാകേണം. സ്തുതി പാടാം കിന്നരമേ നീ സ്തോത്രം ഇവരുടെ വായ്കളിൽ വാഴ്ത്തിയിടേണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കുവാൻ ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. വാത്സല്യ മക്കളെ, നിങ്ങൾ ഇപ്പോൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള ഏവങ്കലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണോ നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ സന്നിധിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ നാം നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കട്ടെ. നമുക്കും നിങ്ങൾക്കുമിടയിൽ സർവശക്തനായ ദൈവം താൻ മധ്യസ്ഥനായിരിക്കട്ടെ. പ്രമാണവിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കുന്ന സകലത്തിലും നാം നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വന്ന് സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദേവിജന്യയുമായ പരിശുദ്ധ കന്യമർത്തമറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ കർത്താവായ യേശുമിശിഹായുടെ വലത്ത് നിൽക്കരും എന്നേക്ക് നിങ്ങളെല്ലാം ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വാത്സല്യ സഹോദരങ്ങളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുകയും നിങ്ങൾ ഓരോരുവരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം ഒരിക്കൽ കൂടി പരിശോധിക്കുവാനുള്ള സമയമാകുന്നു ഇത്. ഇതാ നമ്മുടെ മക്കളാകുന്ന ഈ മണവാട്ടികൾ അവർക്കുള്ളവരെ വെടിഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരോട് യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭർത്താക്കന്മാരായിരിക്കുന്ന വാത്സല്യ മക്കളെ, നിങ്ങൾ അവരെ സ്നേഹിക്കുകയും അവരോട് ദയവുള്ളവരായിരിക്കുകയും ചെയ്യണം. നിങ്ങൾ വസ്ത്രദാരിദ്ര്യമുള്ളവരായിരുന്നാലും അവർക്കായ ധരിപ്പാൻ നൽകണം. ന്യായമായ പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പരിചരണം പ്രവർത്തിക്കുവാൻ ഭാര്യമാരും കടപ്പെട്ടവരാകുന്നു എന്ന് ഓർത്തുകൊള്ളുക. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടും പ്രേമത്തോടും കൂടി വർത്തിക്കുക. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ നിങ്ങളുടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സകലാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധാവിനെ പറയാമെന്നുള്ള ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലെറിയപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇവരെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ക്ഷേമിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികവും സ്ലേഹവുമായ
ഏകാവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്ന ഏറ്റു പറഞ്ഞു മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലും പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാരിക്കുമോൻ സമൻ കാലോസ് ക്രിയലായിസോ നിലുദിച്ചോ പ്രിയസുതൻ തൃക്കരനം കളിലാദിവാന്തൻ بعد اسماء ورولوهن بارك حاصل كل من تبع من اسم استوذرهن ايتو حاصل مريون حاصلاني دم خيمني اسمي وصوم قبل صبدني مريون سلا وصديلا هيلو صو داغبو صو دوم بما ديلو كل دورايم روح قاديشو هاشو بكل اسمان لول بينامي غريلا يسو غريلا يسو غريلا مران اسراها ملي راهميلاي مران راهميلاي مران شمولك سبرالولم بارك നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിൽക്കണമെന്ന്. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് ശിക്ഷയാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള വർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളെ മനസ്സമേതും ദേവരുടെ വീശുകൊള്ളണമേ. ആമേൻ. ഈ വിവാഹ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദമ്പതിമാർക്ക് ഈ ഇടവകയുടെ ഉപകാരം വിശുദ്ധ ഗ്രന്ഥം അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ഈ ദമ്പതിമാർക്ക് നൽകി അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിനെന്നും വഴികാട്ടിയും വിളക്കും പ്രകാശവുമായി തിരുവചനത്തിലെ വചനങ്ങൾ ഇവരുടെ കഷ്ടതകളോ ഭാരങ്ങളോ തകർച്ചകളോ ജീവിതത്തിലുണ്ടായാലും ആ സന്ദർഭത്തിലെല്ലാം താങ്ങും തണലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഇടവകയുടെ വികാരിയും വൈദിക ശ്രേഷ്ഠയുടെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഇടവാങ്ങളുടെയും എല്ലാ ഭാവങ്ങളും നന്മകളും ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അഭിമന്യനായ മാത്യൂസ് മാർ യുവാനിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിനോട് ഉള്ളതായ സ്നേഹവും ഭക്തിയും കടപ്പാടും നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഒപ്പം സഹകാർമ്മികരായ വൈദിക ശ്രേഷ്ഠരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ ഭവനക്കാർക്ക് വേണ്ടി പ്രത്യേകം അറിയിക്കുകയാണ്. ഇവരുടെ വിവാഹത്തിന് ശേഷമുള്ള പ്രഥമ നേർച്ച അർപ്പിക്കുവാൻ ഇപ്പോൾ നൽകണം. അതിനെ തുടർന്ന് വിവാഹ രജിസ്റ്ററിൽ നിങ്ങൾ ഒപ്പുവയ്ക്കുകയും ചെയ്യണം. സർവനന്മകൾക്കായി